വേണ്ട, വേറൊരു ഫോട്ടോ കൂടി എടുക്കണേ ഇവിടെ നിന്ന്. ഇപ്പം എടുക്കണ്ടല്ലോ, പിന്നെ വേറെ ഏതൊരു ഫോട്ടോ സ്പോട്ടിൽ എടുക്കും. എന്ത് പറഞ്ഞാലും നോ പറയും. ടെക്സ്മെക്സ് എന്ന് പറയുന്നത് ഐറ്റം കഴിക്കണ്ട. ടെക്സ്മെക്സ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഫുഡ് പോലെയല്ല ആക്ച്വലി. ഒരു കോമ്പൗണ്ട് പോലെ. അവിടെ കുറേ കടകളുണ്ട്. ഞാൻ ഇത് കഴിക്കാൻ വന്നത്, പക്ഷേ ഇതിവിടെ അവൈലബിൾ അല്ല. ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വന്നത് അവൈലബിൾ അല്ല. അതുകൊണ്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ 80 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. പൊറോട്ട ഒരു റൈസ് വെച്ചാൽ നല്ല എനിക്കൊരു ഷവർമ, ഒരു മന്തി, പോരെ. ടെക്സ്മെക്സിൽ പോയിട്ട് എന്തായിരുന്നു അതിൻ്റെ പേര്? സ്ലോ കുക്ക് ബ്രിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു. അത് കൊളായി തിരിച്ചു പോവാണ്. നല്ല വീട്ടിലല്ലേ ഇന്നത്തെ കാര്യം. അപ്പം ഞങ്ങൾക്ക് ഇത് അറിയാവുന്ന സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡല്ല, സ്ട്രീറ്റ് ഫുഡ് മെനു എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സ്ട്രീറ്റ് മെനു. ആ, അപ്പോൾ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. 3 ഷോപ്സായിട്ടാണ് ഇങ്ങനെ നേരെയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാരണ്ടി ടേസ്റ്റാണ്. പിന്നെ വേറെ അതർ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇത് ഗുഡ് ഓപ്ഷനാണ്. നല്ല ഫുഡാണ്. പ്രത്യേകിച്ച് നമ്മുടെ മന്തി റൈസസ് ഒക്കെ ഭയങ്കര ടേസ്റ്റ്. ഞാനൊരു നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടുത്തായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് വരുമ്പോൾ കാണിക്കാം അല്ലേ? നെക്സ്റ്റ് ഐറ്റം വരുമ്പോൾ കാണിക്കും. ഇപ്പോൾ പ്ലേറ്റ് ഷോപ്പ് നോക്കുമ്പോൾ കഴിച്ചു. സ്വീറ്റ് സോസാണ് ഒഴിച്ചിരിക്കുന്നത്. ഷവർമ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് സ്വീറ്റ് സോസ് ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്യും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇവിടുത്തെ എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇത് മസ്റ്റ് ഫ്രൈ ആണോ? നമുക്ക് മസ്റ്റ് ഫ്രൈ ആയിട്ടുള്ള ഇതാണ്. എറണാകുളത്ത് വന്നാൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്തു. എനിക്ക് ഈ നാട്ടിൽ ഒരിടത്തെയും മന്തിയൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇവിടുത്തെ എനിക്കിഷ്ടമാണ്. ഇത് ബീഫ് പെപ്പറാണ്. ഇത് നോർമൽ ഫഹം. ഇവിടുത്തെ ഫഹം ഭയങ്കര ഫേമസ് അല്ലേ? കുറേ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഷവായ ഉണ്ട്, അങ്ങനെ കുറേ ആയിട്ടുണ്ട്. ഫിഷിൻ്റെ ഉണ്ട്, പുട്ടുണ്ട്, നൂൽ പൊറോട്ടയുണ്ട്. ഞങ്ങളിത് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും കൂടെ പറയും. മേ ബി അല്ല, ഇത് കഴിച്ച് നോക്കാം അല്ലേ? ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? നമുക്ക് ബീഫ് ഒന്ന് കഴിച്ച് നോക്കാം.
പെപ്പർ ബീഫാണ്. പെപ്പർ ബീഫ് എന്ന് പറയുമ്പോൾ വായി വെച്ചതും പെപ്പറാ. അയ്യോ, അതെ, ടേസ്റ്റ് ഉള്ളതും കഴിക്കുന്ന ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ കഴിച്ചിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഇതുപോലത്തെ ഞാനും ബേബിയും ഞങ്ങൾക്ക് വേറെ കഴിക്കാം. ഇതൊക്കെ ഞാൻ കഴിച്ചോ. ഒരു വേറൊരു പ്ലേറ്റും കൂടെ വേണം അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ആ, ഒരു പ്ലേറ്റും കൂടെ. ഒരു പ്ലേറ്റ് കൂടെ വേണേ. കുറച്ച് റൈസ് ഇടാം. റൈസ് ഈസ് ദ ബെസ്റ്റ് അല്ലേ? ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് ക്വാർട്ടറാണ് നമ്മൾ വാങ്ങിയത്. റൈസ് ഇച്ചിരി ചോദിച്ചു കേട്ടോ. റൈസ് ഇപ്പം തന്നെ ചോദിച്ചു. തീരാൻ സാധ്യതയുണ്ട് അവിടെ. അവിടെ തീർന്നു ഓൾറെഡി. ഗുഡ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവും. ഓ മൈ ഗോഡ്. ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് തോന്നും, പക്ഷെ സോ ടേസ്റ്റ്. authentic taste. Pickle is nice. And the puree, mayonnaise, കുറച്ചുകൂടെ മന്തി റൈസ്. റൈസ് ഒരല്പം കൂടെ. ഓക്കെ ഓക്കെ, ഒന്ന് എഴുതാം. എൻ്റെ സ്വീറ്റ് സോസ് ഒഴിച്ച ഷവർമ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിക്കും. എൻ്റെ പെപ്പർ ബീഫാണ്. കൊതു ഭയങ്കര ഷവർമ. ഇങ്ങനെ ഷവർമ ഉണ്ടാക്കണ്ടേ? ചില റെസ്റ്റോറൻറ്റ്സ് ഞാൻ പറയുന്നില്ല. എങ്ങനെയാ കുക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇത് ഡൈനിങ് ഇച്ചിരി ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പണായത്. ഭയങ്കര ഓപ്പണാണ്. ഭയങ്കര റഷ് ചെയ്യുക. റഷ് എന്ന് പറഞ്ഞാൽ റഷോട് റഷ്. മിന്റ് ലൈം സോഡ പകുതി കുടിച്ചിട്ട് എടുക്കുന്നത്. മറന്നു. സൂപ്പർ ഫുഡാ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. പിന്നെ കുനാഫ ഉണ്ട്. ഇവിടുത്തെ തന്നെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഉണ്ട്. മിൽക്ക് പുഡിങ് അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഫ്രീ ആയിട്ട് വന്ന കൊതുകടി കൊള്ളാം. ഭയങ്കര കൊതുകുണ്ട്. പക്ഷേ ഓപ്പൺ എയർ ആണ്, ഓപ്പൺ സ്പേസ് ആണ്. പക്ഷെ ക്ലോസ്ഡ് തന്നെ ബെറ്റർ. ഇത് വൈബുണ്ട്. ഓപ്പൺ നല്ല വൈബ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റഷാണ്. ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടാൻ പാടാണ്. വെരി റിഫ്രഷിങ് ആൻഡ് വൈബ്. ഭയങ്കര സൂപ്പർ ഫുഡാണ്. കൊച്ചിയിൽ നൈറ്റിൽ വരുവാണെങ്കിൽ, നൈറ്റിൽ നല്ല ഡെയിലും ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ തന്നെയാണ്. അപ്പോൾ വരുവാണെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. ഓക്കെ, ആഫ്റ്റർ ഡിന്നർ we came back to Ginger. This is Ginger. We have this bag full of clothes. Okay. എനിക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല ഫുള്ളായിട്ടല്ലേ. ഈ ഒരു പോർഷനിൽ ബേബി ഒന്ന് ഈ പോർഷനിൽ ഉണ്ടാവും. Okay, we return back to Ginger after shopping. അല്ലേ ബേബി? എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പറയാൻ വേണ്ടിയിട്ട്?
ഫേഷ്യൽ ടിഷ്യൂസും പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്നല്ലേ. Now, ചന്തക്കൊക്കെ കഴിക്കും. now the time is 11, I think. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ ബൈ ബൈ. സ്ലീപ്പിംഗ് മോഡ് ആക്ടിവേറ്റഡ്. എൻ്റെ ക്യൂട്ടിപ്പായുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. പിന്നെ നാളെയാണ് ഞങ്ങൾ റിയൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര നേരം സെലിബ്രേറ്റ് ചെയ്തത് റിയൽ അല്ലായിരുന്നു, അൺറിയൽ ആയിരുന്നു. അല്ല, ഇത്തിരി കൂടി സെലിബ്രേറ്റ്. ഇനി ഞങ്ങൾ ഉറങ്ങി ചത്ത്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി നല്ലതായിട്ട്. എന്നിട്ടാണ് ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ. ലേറ്റ് നൈറ്റ് അല്ല, അവിടെ ടെക്സ്മെക്സിൽ പോയിട്ട് അവിടെ ഇല്ലായിരുന്നോണ്ട് പിന്നെയും ട്രാവൽ ചെയ്യേണ്ടി വന്നു. ഓക്കെ ബൈ. ഓക്കെ.